മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകാമൃതം കണ്ടു മായാസീതയും രാമചന്ദ്രനോടരുൾ ചെയ്ത ഭർത്താവേ കണ്ടിലയോ കനകാമയാമൃതം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതാമിതം പീഡിയിലും എത്രയും നടുത്തു വന്നിടുന്നു മിരുക്കമുണ്ടെത്രയോമെന്നു തോന്നും കളിപ്പാനദീ സുഖ മുട്ടിതോ നമുക്കിങ്ങോ വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടോ കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടി കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതോ നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതീനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതോ കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മര പോലെയൊരു രാക്ഷസാവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതോ നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണനേറ്റ വലിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാരിയേ ദേവി കേൾക്കണം മമാവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ള ഉപായമിതെന്തറിയാതെ അരുൾ ചെയ്യും നിലത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായനീതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൻ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തന്മുഖാഭുജത്തിൽ നിന്നെങ്ങനെ ധൈര്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി
മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജായീരത്രേ നീയുമുണ്ടായി നൂനം പ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസീ ദുഷ്ടാത്മാവേ ഞാനിതോർത്തിലയല്ലോ രാമനാശ കാംക്ഷിതനാകിയ ഭരതന്റെ കർമ്മസിദ്ധ്യർത്ഥാം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഭൂതമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസീ ഭാര്യാകരണോദ്യതനായ നിന്നെ സോദരാ ബുദ്ധ്യാദരീച്ചില്ല രാഘവനീതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കു കേട്ടു സൗമിത്രീ ചെവി രണ്ടും സത്വരം കുത്തി പുനരവളോടുര ചെയ്താൻ നിനക്കു നാശം അടുത്തിരിക്കുന്നിതോ പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി വ്യക്തിഗത്തിന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതാമാരെ പരിപാലിച്ചുകൊള്ളിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചോ മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും സീതാപഹരണം അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാംഘനായ പതയിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതൂ ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീത ദേവിയും വിനീതയായി നെത്വാ സംപൂജ്യ ഭക്ത്യ ഫലമൂലാദികളും ദത്വാ സ്വാഗതാവാക്യം ഉക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരം ഇരുന്നിടുക കപോനിതേ ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യൂ ചുത്തുടാതെയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനെ കമനിയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസാരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനാഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്താ ആയുധപാണികളും ഇല്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനി പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാം നിർവാധിപ ജ്യേഷ്ഠനാന്തനായ രാമനത്ഭുതാവീരൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനു ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും വിതുരാജ്ഞയ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകാവനം തന്നിൽ 14 ആണ്ടു കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായിഴും നള്ളി
ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജാവിലോചനേ പഞ്ചബാണാദിവാസേ. പൗലസ്ത്യതനയനാ രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമാപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരേണം മയാ സാഗം. ലങ്കയാം രാജ്യം മാനോർ നാട്ടിലും മനോഹരം കിങ്കരനായി തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തോ ഫലം തപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭരിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണാവാക്യമേവം കേട്ടതേ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലം അടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൻ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാവീ സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതാമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വന്നാകാശമാർഗേ ശീഘ്രം പോയിതോ ദശാസ്യനും. രാഘവ രാമ സൗമിത്രേ കരുണ്യാബ്ദേ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരാമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനിലാക്ഷുദ്ധനായി ചമയും നിതദ്രികളിളകുന്നു വിദ്രുതാമതു നേരം. കാലകങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെടു താനനങ്ങളും കീറി മുറിഞ്ഞോ വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിരു കാക്ഷണം കൊണ്ടു കൊന്നു വീട്ടിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിതെന്നാത്തി പൂണ്ടൊടുന്നൊരു രാത്രി ചാരിന്ദ്രനപ്പോൾ. ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിവർത്തിപ്പൊന്നോർത്തുടൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷീനായകനുടെ ഭക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ വിക്ഷിതി തന്നിൽ വീണാൻ അക്ഷമേനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി
മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിലുറ്റവരായിട്ടെന്നോർ ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കുഴലിയാം ജാനകീ ദേവി താനും. ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിരുന്നു. പൃഥ്വിപുത്രിയും വരം പത്രിരാജനും നൽകി പൃഥ്വിമണ്ഡലമകന്നാശുമേ കൂട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതമായിട്ടാരും ഇയ്യനീക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമി ദേവിയോ മെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്യാഗി മാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാമഹ സത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാൻ. അതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അബ്ധിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയാമഴിച്ചു തന്നുത്തരീയാർദ്ധ കണ്ഠം കൊണ്ടുബന്ധിച്ചോ രാമ ഭദ്രനു കാൺമാൻ യോഗം വരികെന്നകാരിൽ. സ്മത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി, മത്തനാ നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയും ഉത്തീരതൻ പത്തനം ഗത്വാ പൂർണം ശ്രുദ്ധാന്തമധ്യേ മഹാശോകകാനനാദേശേ. ശുദ്ധഭൂതലേ മഹാശംശപാതരൂമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും. ഹൃദ്യമാനിത്യവും പാലിച്ചുകൊള്ളുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പുക്കോ വസിച്ചിടിനാണ്ടശാനനൻ. ഉത്തമോത്തമേയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്തവും ദക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേരി ജപധ്യാനനിഷ്ഠയാ ബഹു യാമിനി ചരാകുലനാരികളുടെ മധ്യേ. നീഹാര സീതാതപ വാദപീഠയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു. മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാക്കില്ലാത്തോ. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരാമേതു കൊന്നു. വേഗേന നടക്കൊണ്ടാനാശ്രമം നോക്കി പുനരാഗമാകാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരാവീക്ഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താൻ ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതു മറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ
ലക്ഷ്മണനറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെ പോലെ, മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയാധർമ്മമോടോ രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവാനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും. മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനാ പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയാമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ. നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ വരാൻ എന്തിനോ വിടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകാജാതികൾക്കെന്താകരുതാത്തതോ പാർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരം ഉര ചെയ്തിരു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി. ഹാ ഹാ ലക്ഷ്മണ പരിത്യാഗി സൗമിത്രേ ശീഘ്രം. ഹാ ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നത്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൻ. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുമെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതാമിതു നൂനം കാക്ഷണം പൊറുക്കുന്നു ഞാൻ പലാപുരോ ചൊന്നേൻ എന്നതോ കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൾ എന്നോട് പലതരം. നിന്നവായെല്ലാം ഇപ്പോൾ നിന്റെ മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സംഭാവത്തോടു ഞാനും കർണങ്ങൾ കൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരോ മലരടി വന്നിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിരു പോണതോ സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഘോഷനെത്രയും എന്നു നീ അറിയുന്നതില്ലേ? രക്ഷസാം പൈസകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാം ഗർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാൻ ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൽ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ല ഹാ ഹാ മൈഥിലീനാഥേ ഹാ ഹാ ജാനകി ദേവി ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാനു വിവശനായി. വനദേവതാമാരെ നിങ്ങളുമുണ്ടോ കണ്ടു
വനജേക്ഷണേയായ സീതയെ സത്യം ചൊല്ലിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകാപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദേ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം, സർവകാരണനേകനജലൻ പരിപൂർണൻ, നിർമ്മലൻ നിരാകാരൻ നിരകാരൻ നിത്യൻ, ചിന്മയേന കണ്ഠനാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ, കാര്യം മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല ജ്ഞാനമില്ലായകയായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല അജ്ഞാനമില്ലായകയാൽ. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല അജ്ഞാനമില്ലായകയാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേന സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാപരാധം വിദിതമൗദിതം വാ സർവമേതം ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.